ഇന്നലെ വൈകിട്ടോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മിന്നൽ ചുഴലിപ്പെടുകയായിരുന്നു, അതിശക്തമായ കാറ്റിൽ അകപ്പെടുകയായിരുന്നു. ഇന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെയാണ് അപകടം. ബേപ്പൂരിൽ നിന്ന് 6 നോട്ടിക്കൽ മൈൽ അപകടിച്ചുകൊണ്ടായിരുന്നു ഈ അപകടം. അപകടത്തിൽപ്പെട്ടെങ്കിലും ഇത് മറിഞ്ഞിട്ടില്ല. അത് ശക്തമായ ആ കാറ്റിൽ അകപ്പെട്ടുകൊണ്ട് അതിന്റെ നിയന്ത്രണം നഷ്ടമാവുകയാണ് ചെയ്തത്. മറ്റു തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും തന്നെ എത്തിയില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അവരുടെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ നിശ്ചയദാർഢ്യവും അവരതിനകത്ത് ഏറെ പിടിച്ചു നിന്നു. അങ്ങനെ ആ ശക്തമായ കാറ്റിനൊടുവിൽ അവർക്ക് തിരിച്ചു വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവർ കരയിലേക്ക് എത്തുകയും ചെയ്തു. ബേപ്പൂർ തുറമുഖത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടുണ്ട്. നാദാപുരം, ചിക്കേട് ഭാഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കടലിലും ഇത്തരത്തിലുള്ള ഒരു ചുഴലിക്കാറ്റാണ് അനുഭവപ്പെട്ടത്. അതിനകത്താണ് ഈ ബോട്ട് അകപ്പെടുകയും അതിൽ 50ഓളം തൊഴിലാളികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആർക്കും സാരമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. ഇന്ന് രാവിലെ തന്നെ ഈ 50 അംഗങ്ങളും കടലിൽ നിന്ന് കരയിൽ എത്തിയിട്ടുണ്ട്, ബേപ്പൂർ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അതിൽ കാണാനാവുന്നത്. അതിശക്തമായ കാറ്റിൽ അവർ അകപ്പെടുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആളുകൾക്കൊന്നും മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ഒരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ദിവ്യ.